നമ്മൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ലഞ്ച് കോംബോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വെജിറ്റേറിയൻസിനൊക്കെ പറ്റിയതാണ്, വേഗം ഉണ്ടാക്കാൻ പറ്റും, നല്ല ഹെൽത്തിയാണ്, ഈസിയാണ്. പയറ്, ചേന, എരിശ്ശേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ പയറ് തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്തുക, അല്ലെങ്കിൽ രാവിലെ ഇട്ടിട്ട് ഉച്ചയാകുമ്പോഴേക്കും അത് കുതിർന്ന് കിട്ടിക്കോളും. 2-3 മണിക്കൂർ കുതിർത്തിയാൽ നല്ലതാണ്. അത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വയ്ക്കാം. ഒരു വിസിൽ വരുമ്പോൾ സിമ്മിലിട്ടിട്ട് 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും പയർ വെന്തിട്ടുണ്ടാവും കേട്ടോ. പിന്നെ നമുക്ക് അത് വേവിക്കാൻ വെച്ച സമയം കൊണ്ട് നമ്മൾ അതിലേക്കുള്ള ചേന അരിഞ്ഞു വെച്ചു, പിന്നെ അരപ്പ് തയ്യാറാക്കി വെച്ചു. നാളികേരം, ചുമന്നുള്ളി, നല്ല ജീരകം, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുത്ത് വയ്ക്കാം. അപ്പോൾ ആ പയർ വേവുന്ന സമയം കൊണ്ട് നമ്മൾ ഇത്രയും എല്ലാം റെഡിയാക്കി വെച്ചാൽ നമുക്ക് വേഗം കറി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതേ 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ഓഫ് ചെയ്തിട്ട് അതിൻ്റെ പ്രഷറൊക്കെ പോയി കഴിഞ്ഞ് തുറന്നപ്പോൾ നമ്മുടെ പയർ വെന്തു. പയർ ഉപ്പിടാണ്ടാണ് വേവിച്ചത് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ചേന കഷ്ണങ്ങളും പിന്നെ പച്ചമുളക്, കറിവേപ്പില അതൊക്കെ ഇട്ട് കൊടുത്തു. ചേന വളരെ ചെറിയ കഷ്ണങ്ങളാക്കണ്ട, അത്യാവശ്യത്തിന് കുറച്ച് വലിപ്പമുള്ള കഷ്ണങ്ങളാക്കിക്കോ കേട്ടോ. ഇനി നമ്മളതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, നമ്മൾ പയർ ഉപ്പിടാണ്ടാണല്ലോ വേവിച്ചത്, അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഇനി വീണ്ടും അടച്ചു വെച്ച് ഒരു വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്തോ. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ടാവും. അതേ ഒറ്റ വിസിൽ വന്നപ്പോൾ ഓഫ് ചെയ്ത് അതിൻ്റെ പ്രഷർ പോയി എടുത്തതാണ് കേട്ടോ. പിന്നെ വേറെ പാത്രത്തിലേക്ക് മാറ്റി. അപ്പോൾ ഇനി വേറെ ഒന്നുമില്ല പണി. ഇനിയിപ്പോൾ ഇതൊന്ന് തിളച്ച് വന്നു, നമ്മൾ അരച്ച് വെച്ചത് അതിൽ ചേർത്തു. നാളികേരം, ഉള്ളി, നല്ല ജീരകം ചേർത്ത് അരച്ചതിലെ അരപ്പും കൂടെ ചേർത്ത് വെള്ളമൊക്കെ നമ്മുടെ ആവശ്യത്തിന് പാകത്തിന് ചേർക്കട്ടെ. എരിശ്ശേരിയാകുമ്പോൾ കുറേ ലൂസിൽ ഇങ്ങനെ വേണ്ടല്ലോ. ഇനിയിപ്പോൾ അരപ്പ് ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നാൽ നമുക്ക് ഓഫ് ചെയ്യാം. കുറേ തിളയ്ക്കേണ്ട, ചെറുതായിട്ട് തിളച്ച് വന്നു, ഇത്രയും തിളച്ചാൽ മതി കേട്ടോ. നീ കുറേ അധികം നേരം നാളികേരം ഇട്ടിട്ട് തിളപ്പിക്കണ്ട. അതിലേക്ക് കുറച്ചൊരു ചെറിയ കഷ്ണം ശർക്കര ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇവിടെ ശർക്കരയുടെ പൊടി ആയതുകൊണ്ട് ഒരു 1/2 ടീസ്പൂൺ ശർക്കരയുടെ പൊടി ചേർത്തതാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ മാറ്റി ഇനി അതിലേക്ക് വറുത്തിടുക. വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കറിവേപ്പില, വറ്റൽമുളക്, ഇത്രയും സാധനങ്ങൾ മതി വറുത്തിടാനായിട്ട്. അപ്പോൾ നമ്മുടെ നല്ല ചേന പയർ എരിശ്ശേരി റെഡിയായി. ഇപ്പോൾ വേഗം കഴിഞ്ഞില്ലേ, നല്ലൊരു ഒഴിച്ചു കറിയായി, ഹെൽത്തിയാണ്, ന്യൂട്രീഷ്യസ് ആണ്. അപ്പോൾ നമ്മുടെ എരിശ്ശേരി റെഡിയായി. ഇനി ഒരു ഉപ്പേരി വേണ്ടേ, അതവിടെ അങ്ങനെ മൂടി വയ്ക്കുക. വറുത്തിട്ട് കഴിഞ്ഞിട്ട് മൂടി വയ്ക്കുക കേട്ടോ. ഇനി ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് നമ്മൾ വെണ്ടക്കായാണ് എടുത്തത്. അപ്പോൾ അതിന് വെളിച്ചെണ്ണ ഒഴിച്ചു. അത് ചൂടാകുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ പതിവ് പോലെ നമ്മുടെ പപ്പടം ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ വറുത്തെടുക്കും. അപ്പോൾ മനസ്സിലായല്ലോ, ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട്. ഇതിപ്പോൾ ആകെ 3 പപ്പടം നമ്മൾ വറുത്തിട്ടുള്ളൂ. അത് 2 ദിവസമൊക്കെ നമ്മൾ ഉപയോഗിക്കും കേട്ടോ പപ്പടം. ഇത് കാരണം അധികം ചെറിയ പീസസ് ആകുമ്പോൾ കുറേ പപ്പടം നമ്മൾ കഴിക്കില്ല. മുഴുവനായിട്ട് വറുത്താൽ നമ്മൾ ചിലപ്പോൾ 2 പപ്പടം 3 പപ്പടമൊക്കെ നമ്മൾ ഒരു നേരം കൊണ്ട് കഴിക്കും. ഇതാകുമ്പോൾ അങ്ങനെ കഴിക്കില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ. പിന്നെ നമുക്ക് ഇതിന് മാത്രം സെപ്പറേറ്റ് വെളിച്ചെണ്ണ ഉപയോഗിക്കേണ്ട. അപ്പം നമ്മൾ ഈ എണ്ണയിൽ തന്നെ നമ്മുടെ വെണ്ടക്കായ വാട്ടിയെടുക്കുകയും ചെയ്യും. അതാണ് ഇങ്ങനത്തെ സൂത്രം കണ്ടുപിടിച്ചത് കേട്ടോ. ഇത് ഒരു എയർ ടൈറ്റ് പാത്രത്തിലിട്ട് അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പപ്പടം 2-3 ദിവസമൊക്കെ അത് ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും, തണുത്തൊന്നും പോവില്ല. നല്ല ടൈറ്റുള്ള പാത്രത്തിലിട്ട് വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ തണുത്ത് പോവും. എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നർ ഇട്ട് വെച്ചാൽ കുഴപ്പമില്ല. അപ്പോൾ ഇതിലേക്ക് നമ്മളിനി കുറച്ച് മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പം മസാല പപ്പടമായി. അപ്പോൾ സാധാ പപ്പടത്തിന് എല്ലാം കുറച്ചും കൂടെ ഒരു വെറൈറ്റി, ഇടയ്ക്കൊക്കെ ഒന്ന് മാറ്റി പിടിക്കണ്ടേ. അപ്പോൾ നമ്മുടെ മസാല പപ്പടം തയ്യാറായി കേട്ടോ. ഇനി അതവിടെ അടച്ചു വെച്ചിട്ട് നമ്മുടെ എണ്ണ ചൂടാക്കി എടുക്കല്ലേ, അതിലേക്ക് 2 സവാള അരിഞ്ഞ് അത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. നമ്മളിത് എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതല്ലേ, അല്ലെങ്കിൽ നമുക്കിപ്പോൾ വെണ്ടക്കായ വാട്ടുമ്പോൾ ചെറിയ ഉള്ളിയൊക്കെ ചതച്ച് കുത്തിപ്പൊടിച്ച മുളകൊക്കെ ഇട്ട് നല്ല രസത്തിലുണ്ടാക്കാം. പക്ഷേ ഇത് നമ്മൾ എളുപ്പപ്പണിയാകുമ്പോൾ നമ്മളെല്ലാം എളുപ്പത്തിലല്ലേ ചെയ്യുക. അപ്പോൾ സവാള അരിയാനല്ലേ എളുപ്പം. അപ്പോൾ സവാള എടുത്തു, അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് മുളക് പൊടിയും കറിവേപ്പിലയും കൂടെ ചേർത്ത് ഉപ്പും ചേർത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പ് ചേർക്കണത് വിട്ടുപോയെന്ന് തോന്നുന്നു, ഉപ്പ് ചേർക്കണത് കാണാനില്ല. ഇനി ഉപ്പ് ചേർത്തോ എന്ന് ചോദിക്കേണ്ട, ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മളത് നന്നായിട്ട് മൂത്ത് വരട്ടെ. മുളക് ഇട്ടിട്ട് നന്നായിട്ട് മൂക്കണം. മൂത്ത് കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച വെണ്ടക്കായ ഇട്ട് കൊടുക്കുക. നല്ല ചള്ള് വെണ്ടക്കായ ആണെങ്കിൽ ഉപ്പേരി നല്ല സൂപ്പറാവും.
ഇനി അത് അടച്ച് വെച്ച് സിമ്മിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറക്കുക. അപ്പോൾ പകുതി ഒക്കെ വാടിയിട്ടുണ്ടാവും ഉണ്ടാവും. അപ്പോൾ അതങ്ങനെ വഴുവഴുപ്പൊന്നും ആവണില്ല. അത് ചില വെണ്ടക്കായയുടെയാണ് അങ്ങനെ ആവുന്നത്. ഈ വെണ്ടക്കായ നല്ലതായിരുന്നു, ഇത് അങ്ങനെ ആവണുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി ഇത് സിമ്മിൽ തന്നെ ഇട്ടിട്ട് വേണമെങ്കിൽ തുറന്ന് വെച്ചിട്ട് വാട്ടാം, അല്ലെങ്കിൽ നമുക്ക് വീണ്ടും അടച്ചു വെച്ചിട്ട് വേവിക്കണ വരെ നന്നായിട്ട് മൊരിച്ചെടുക്കാം വെണ്ടക്കായ. അപ്പോൾ നമ്മുടെ വെണ്ടക്കായും റെഡിയായി. ഇനി നമുക്കൊരു മോരും കൂടെ വേണണ്ട. മോര് എടുക്കാനായിട്ട് നമ്മൾ തൈര് എടുത്തതിൽ കുറച്ച് കൂടെ വെള്ളം ഒഴിച്ച് ഒന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ട് പിന്നെ അത് ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പിലയൊക്കെ ഇട്ട് ചതച്ചതിലേക്കാണ് നമ്മൾ ഉപ്പിട്ട് വെച്ച മോരൊഴിച്ചത്. നമ്മുടെ പച്ചമോരും കൂടെ ഈ എരിശ്ശേരി ഉണ്ടെങ്കിൽ പച്ചമോര് മസ്റ്റാണ്, അതാണ് അതിന് നല്ല സ്വാദുണ്ടാവുക. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ വേഗം ഈസിയിൽ ഉണ്ടാക്കുന്നതാണ്, നല്ല ഹെൽത്തിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വെജിറ്റേറിയൻ ഫുഡ് ഇടയ്ക്കിടയ്ക്ക് കഴിക്കണം നമ്മൾ. ഇപ്പം നോൺ വെജ് മാത്രം കഴിച്ചാൽ പോരാ, ഇടയ്ക്കൊന്ന് വെജും കൂടെ കഴിക്കുക.